നമ്മൾ കുറേ കാര്യങ്ങൾ വീഡിയോ ചെയ്താണ്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലാതെ നിങ്ങളാരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, എല്ലാവർക്കും അത് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ശാസ്ത്ര സത്യമാണ്. അപ്പോൾ ആവർത്തിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നുണ്ട് എങ്കിൽ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം ഇത് ആധുനിക ശാസ്ത്രം, ആസ്ട്രോഫിസിക്സ് കണ്ടെത്തിയ സംഗതികൾ കണ്ടെത്തിയതാണ്. അല്ലാതെ നമ്മൾ അവിടെ നടക്കും ഇവിടെ നടക്കും, നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരാളായി പ്രാർത്ഥിച്ചാൽ നടക്കാതിരിക്കുമെന്നെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ മോശമെന്നൊന്നും പറയുന്നില്ല. അത് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടക്കാതിരിക്കും, അതൊക്കെ അതിൻ്റെ വഴിക്ക്, അത് ഓരോ മെത്തേഡുകളാണ്. ഇത് കണ്ട് പ്രൂഫാണ്. കാരണം നമ്മൾ ആധുനിക ഫിസിക്സിലേക്ക്, ആസ്ട്രോഫിസിക്സിലേക്ക് പോയാൽ ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്യാമറകളെടുത്ത് ഉപഗ്രഹങ്ങളൊക്കെ എടുത്തു വന്നതാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും, 3-ൽ താഴെ. അപ്പോൾ സൂര്യനിൽ നിന്ന് അങ്ങനെ സഞ്ചരിച്ചിട്ട് 8 മിനിറ്റ് ഭൂമിയിലേക്ക് എത്തിയെടുക്കും. ഇതിൻ്റെ ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസം. അങ്ങനെ 8 വർഷം എടുക്കും സൂര്യന് ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ നിന്ന് പ്രകാശമൊക്കെ കണ്ട് വരാനും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പം സൂര്യനേക്കാൾ എത്രയോ വലിയ അനന്തകോടി നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഗാലക്സി. ഈ ഗാലക്സി എത്രയോ ഗാലക്സികൾ, കോടാനുകോടി ഗാലക്സികൾ ചേർന്ന മിൽക്കി വേ. അപ്പോൾ പ്രപഞ്ചം വളരെ വലുതാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നിൽക്കണേ, ഇതിനെ കണ്ണും കയ്യും മൂക്കുള്ള ഒരാൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പൊട്ടത്തരല്ലേ. അതിപ്പോൾ ഒരാൾ മാത്രമൊന്നും, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിയന്ത്രിച്ചാൽ. ഒരു അഡമൻ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കുക, അങ്ങനെ ഒരാൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരാൾ വന്ന ലിമിറ്റേഷൻ വന്നു. ഇനി ആളില്ലാത്ത ആളെ പറഞ്ഞാലും അതും ലിമിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയല്ല, പ്രകൃതിൻ്റെ ഒരു നിയമപ്രകാരം അതങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഞാനും വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അഡമൻ്റായിട്ട് നമ്മൾ അതന്നെ നിയന്ത്രിക്കുന്നതിന് അങ്ങനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ, ഒരു ചരാചരങ്ങളെ ഒരാൾക്കും ഒരു വ്യക്തി സ്വഭാവത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരാൾക്കിപ്പോൾ മനുഷ്യനെ തന്നെ ഉണ്ടാക്കുന്നു, പിന്നെ ഒരാൾക്ക് എല്ലാവരും പറയുന്നു ഉണ്ടാക്കിയ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനത്തിന് മനുഷ്യന് ഒന്നും ഉണ്ടാകണം. പ്രകൃതിൻ്റെ ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ പല സംഗതികളും വരുന്നുണ്ട്. നമ്മൾക്ക് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, സംഗതികൾ നേടുന്നുണ്ട്, ഒക്കെ ശരിയായി നേടാതിരിക്കുന്നുണ്ട്, നേടുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത സംഗതിൻ്റെ മുകളിൽ പോയി എല്ലാ ആൾക്കാരും പോകുന്നുണ്ട്. ചിലർ കൂടുതലായിട്ട് അതന്നെ ഇന്ന് വിട്ടിട്ടുള്ള കളിയില്ല എന്ന് വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാളില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ നമ്മളൊരാൾ നിയന്ത്രിക്കില്ല. ഈ പ്രപഞ്ചശക്തി എല്ലാവരിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. യൂണിവേഴ്സിൽ എല്ലാ ആൾക്കാരും ഇതിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അത് ചിന്തിക്കുക നമ്മൾ. അതല്ലാതെ ഒരാൾ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഒരാളിങ്ങനെ ഉണ്ട് നിയന്ത്രിക്കുക, ഒരാൾ നമ്മളുണ്ടാക്കുക, ഒരാൾ നിയന്ത്രിക്കുക, ഒരാൾ കൊണ്ടു കിടക്കുക. എല്ലാവരും ഒരാളൊന്നുമല്ല, എല്ലാ വിഭാഗക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുക കൂടുതലായി പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ചിന്തിക്കാൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നിയന്ത്രിക്കുന്നില്ല, നമ്മളൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ പല കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തുമ്പോൾ എങ്ങനെ ആയി പോന്നു, ഇങ്ങനെ എന്തായി തീർന്നു, അതിനൊക്കെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഒരാളിങ്ങനെ ഇരുന്നും കൊണ്ട് നമ്മളെങ്ങനെ നിയന്ത്രിക്കുക, നമ്മളെ കൺട്രോൾ ചെയ്യുക, അതല്ല. അങ്ങനെ ഒരാളും നമ്മളെ കൺട്രോൾ ചെയ്യില്ല. പിന്നെ മരണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും പറയുന്നു, എല്ലാ വിഭാഗങ്ങളും പറയുന്നു. മരിച്ചു കഴിഞ്ഞ ശേഷം നമുക്കൊരു വിവരവുമില്ല. ഒരാൾ പറഞ്ഞത് എന്നുള്ളതല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ സൂക്കേട് മാറുന്നുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാറുന്നുണ്ട്. അതല്ലാതെ മരണത്തിന് ശേഷമുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ട് അതിൽ തർക്കിക്കാനും അത് ഏറ്റവും വലിയ പൊട്ടത്തരാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ പ്രപഞ്ചശക്തിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മളിങ്ങനെ പോവുകയാണ്. നമുക്ക് ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, എല്ലാവരും സംഗതികളായിട്ട് എല്ലാവർക്കും പോവാം. പക്ഷേ ഇതന്നെ വെച്ചുകൊണ്ട് ഇത് നിയന്ത്രിക്കുക, നമ്മളൊരാൾ നിയന്ത്രിക്കുക, അവൻ നിയന്ത്രിക്കുക, അവൾ നിയന്ത്രിക്കുക, ഇങ്ങനെ പോകുന്നത് ഏറ്റവും വലിയ അമ്പക്കാണ്. അങ്ങനെ ആരും നമ്മളെ നിയന്ത്രിക്കില്ല. ബാക്കി നമ്മൾ ചിന്തിക്കുന്നതിന് പ്രവർത്തി അതിൻ്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റു രീതികളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്ത് സംഗതികളും അത്രയും പറയാനുള്ളൂ. വീഡിയോ ചെയ്യണം തോന്നി, ആലോചിക്കുക. ഒരാളും നിയന്ത്രിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ച പോലെ ചിന്തിക്കാം, ഇനി ചിന്തിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളിഷ്ടം. അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൂടുതലായിട്ട് അതിലേക്ക് ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പോയിട്ട് കാര്യമില്ല. വ്രതങ്ങളിങ്ങനെ അതിൽ പിടിച്ച് കയറിപ്പോയിട്ട് എന്തിനാണ് നിങ്ങൾ തലച്ചോറ് നാശാക്കുന്നത്? അതിൽ പോയിട്ട് ഒരു മെച്ചം കിട്ടാൻ പോയി. എന്നാൽ ശരി, ഓക്കെ.